ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഞാനിന്ന് മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ദോശയുടെ മാവ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് അരിയും അതുപോലെ 1/2 ഗ്ലാസ് ഉഴുന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു 5-6 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അതുകൂടാതെ ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉലുവ ചേർത്ത് ഈ മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മസാല ദോശ അല്ലെങ്കിൽ നെയ്റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതായിട്ടത് മൊരിഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഉലുവ ചേർക്കാൻ മറന്നു പോകരുത്. ഇത് മൂന്നും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ അരി ഒരു 5-6 മണിക്കൂർ കുതിർന്നിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. കൂടാതെ ഇതിൻ്റെ അത് ഞാൻ ഒരു 1/2 ഗ്ലാസ് ചോറും കൂടി ചേർത്തിട്ടാണ് അത് അരയ്ക്കുന്നത്. ഈ അരച്ചെടുത്ത മാവ് ഇനി ഒന്ന് അടച്ച് വെക്കാം. ഇതിനി ഒരു 7-8 മണിക്കൂറെങ്കിലും ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. ഞാനിത് രാത്രിയിൽ അരച്ച മാവ് രാവിലെയാണ് മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇതിപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ ഈ മാവിന് അല്പം കട്ടി കൂടുതലാണ്. ഇതിപ്പോൾ ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. പക്ഷെ നല്ല കനം കുറഞ്ഞ നല്ല മൊരിഞ്ഞ ദോശ കിട്ടണമെങ്കിൽ മാവ് അല്പം ഒന്ന് അയഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കാം. ഇനി മസാല ദോശയ്ക്ക് വേണ്ടിയുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോയുടെ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സവാളയൊക്കെ ഉള്ളത് നല്ലതായിരിക്കും. പിന്നെ ഒരു 3-4 പച്ചമുളകും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് മസാലയ്ക്കകത്തോട്ട് ചേർക്കാൻ വേണ്ടി ഞാനൊരു പകുതി ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടിയുള്ള ഉരുളക്കിഴങ്ങ് ഞാനിവിടെ പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് ഞാനിതിൽ ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഈ മസാല കുക്കറിലോട്ട് ഇട്ടിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ഒരൊറ്റ സ്റ്റീമിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്ക് ആ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. അതുപോലെ തന്നെ ആ സവാളയും അതുപോലെ ക്യാരറ്റും എല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് കുക്കറിലോട്ട് ഇട്ടിട്ട് സ്റ്റീം ചെയ്യുന്നത്. ഇനി ഇതിലോട്ടൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇതൊന്ന് സ്റ്റീം ചെയ്യാൻ പോകുന്നത്. ഇനി കുക്കർ അടിച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശ തയ്യാറാക്കിയെടുക്കാം. മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം തീ ഒന്ന് നന്നായിട്ട് കുറച്ചതിന് ശേഷമേ ഉള്ളൂ ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നാലേ ഉള്ളൂ നമുക്ക് നന്നായിട്ടത് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ദോശ ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇതിലോട്ട് ഇനി കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് നെയ് റോസ്റ്റായിട്ട് വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പം പക്ഷേ മസാല ദോശയാണല്ലോ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഇനി ഇതിലോട്ട് എൻ്റെ ഒരു സൈഡിലോട്ട് മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചെടുക്കാം. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ക്രിസ്പിനെസ് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ഉലുവ ചേർത്തിരിക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ അല്ലെങ്കിൽ നെയ് റോസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇതുപോലെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ ഇതൊക്കെ എപ്പോഴും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മസാല ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.